മക്കളെ, ക്രിസ്മസ് വെക്കേഷനൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. എല്ലാവരും ആ ഒരു വെക്കേം മൂഡിലായിരിക്കും അല്ലേ? അപ്പോൾ ഇനി ഇതാ നമുക്ക് ആ ഒരു മൂഡൊക്കെ മാറ്റാനുള്ള സമയമായി. ഇനി നിങ്ങളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ ഷീറ്റുകളായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച മാർക്കുകൾ ഉണ്ടോ, നമ്മൾ എഴുതിയതിനനുസരിച്ച് ആ ഒരു ആൻസർ ഷീറ്റിലുള്ള മാർക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ ടെൻഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ മക്കളെ, ഇനിയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. കാരണം നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് പരീക്ഷ എഴുതിയപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 3/4 ഭാഗം, ബയോളജിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ 8-ൽ 7 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോയത്. അപ്പോൾ അത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇവിടെ എന്തൊക്കെയാണ് എനിക്ക് വന്ന മിസ്റ്റേക്സ്, എന്തൊക്കെ ഞാൻ ഇനി ശ്രദ്ധിക്കണം എന്നത് ആൻസർ ഷീറ്റ് കൂടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഈ തെറ്റുകളൊക്കെ തിരുത്തി എങ്ങനെ നമ്മൾ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ ബയോളജി സ്കോർ ചെയ്യാൻ പറ്റും, അതിനുള്ള ടൈമാണ് ഇനി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങൾ മറ്റ് കാര്യങ്ങളിൽ നിന്നും മാറ്റി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പഠിക്കുക. ഇപ്പം കൂടുതലായിട്ടും ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇതുവരെ ഈ ഒരു പഠിത്തത്തിന് മൂഡിലേക്ക് എത്താത്തവരാണ്. ക്രിസ്മസ് പരീക്ഷയൊക്കെ വെറുതെ നൈസായിട്ട് ലാലാലസപ്പായി പോയിട്ട് എഴുതിയ കുട്ടികളൊക്കെ ഉണ്ടാകും, മിസ്സിന് അറിയാം. പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ കാത്തിരുന്ന 2025, അതായത് നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ബോർഡ് എക്സാം ആണ് നമ്മുടെ ഈ ഒരു ഇയറിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 10 സബ്ജക്റ്റിൽ ഫുൾ A+, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എത്ര A+, ഇത്ര മാർക്കുകൾ ഞാൻ എങ്ങനെ സ്കോർ ചെയ്യുമെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പഠന മികവ് അനുസരിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. എല്ലാവരും ഫുൾ A+ വാങ്ങുക എന്നുള്ളതല്ല മിസ് പറയുന്നത്. നിങ്ങളുടെ ലെവൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുക എങ്ങനെ എത്താൻ പറ്റും. കാരണം ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു നമ്മുടെ സിലബസ്, അതായത് വരുന്ന ഇയറിലേക്ക് 10th സിലബസ് ഒക്കെ മാറാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ്, ഈ സിലബസിൽ ഏറ്റവും ലാസ്റ്റ് എക്സാം എഴുതുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകും. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ ഭാഗമായിട്ടൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ടഫാകും, പാറ്റേൺ ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷ എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനിയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. ഇതുവരെ നമ്മൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പഠിച്ചു, എല്ലാ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ പോവാണ്. അതിനാണ് റിവിഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അസ്ത്രയുടെ എൻഡ് ഗെയിം ബാച്ച് തന്നെയാണ്. കാരണം കുട്ടികൾ ഇതുവരെ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകൾ ഒന്നും കൂടെ നിങ്ങൾക്ക് എല്ലാ ലൈവും കണ്ട് റിവൈസ് ചെയ്യാം. കൂടാതെ ഓരോ ചാപ്റ്ററിന്റെ ഇൻസ്റ്റാ ലേൺ വെച്ച് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് നമുക്ക് പഠിക്കാം. ബയോളജിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വളരെ കുറഞ്ഞൊരു ഫ്ലോ ചാർട്ടോ ടേബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരുക്കി എക്സാമിലേക്ക് ഒരുക്കാനാണ് നമ്മുടെ ഈ ഒരു ബാച്ച് ഉള്ളത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് കുറേ കുട്ടികൾ മിസ്സിന് മെസ്സേജ് ആയിരുന്നു, മിസ്സേ എൻഡ് ഗെയിം ബാച്ചിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യോ, ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. അവിടെ അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള PYQ സീരീസുകൾ, ഇൻസ്റ്റാ ലേൺ, വർക്ക് ഷീറ്റ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ തന്നിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പർ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക, എന്നിട്ട് അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യും. നിങ്ങളുടെ ഡ്രീം എന്താണ്, അതിൻ്റെ ഒരു ആദ്യത്തെ ബേസ് ആണ് ഈ ഒരു 10th ലെവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നൈസായിട്ട് അടിപൊളിയായിട്ട് തന്നെ സ്കോർ ചെയ്യും. സോ അതിനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. നിങ്ങളും വരിക, ജോയിൻ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.